ഗോവയിൽ പുതുവത്സരം ആഘോഷിക്കാനെത്തിയ കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. സ്റ്റേജിൽ കയറിയതിന് ഡിജെ പാർട്ടിക്കിടെ സഞ്ജയ്ക്ക് മർദ്ദനമേറ്റുവെന്ന പിതാവ് സന്തോഷ്. സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ചു കൊന്ന് കടലിൽ തള്ളിയെന്നും ആരോപണം. പണവും ഫോണും കവർന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം. സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പും 24-ന് ലഭിച്ചു. ഇത് ശക്തമായിട്ട് ഇത് രംഗത്ത് കൊണ്ട് ഇനി ആർക്കും ഇത് ഉണ്ടാകാൻ പാടില്ല. ഇത് എങ്ങനെയെങ്കിലും അന്വേഷിക്കാനുള്ള സെറ്റപ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം. പിന്നെ ഇവിടുത്തെ തലയോറ പോലീസ് സ്റ്റേഷൻ്റെ പരാതി ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മിസ്സിങ് എടുത്തേക്കണേ, അല്ലാത്ത കേസെടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. അതിന് ഞാൻ പോകാൻ നിൽക്കും. എന്തായാലും മുന്നോട്ട് പോകണം. നമുക്ക് ഇനി ഒരു പിള്ളേർക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. വിശദാംശങ്ങൾ ടോബി ജോൺസൺ നൽകും കോട്ടയത്ത് നിന്നും. ടോബി, യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഏത് രീതിയിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ ആലോചന ഇപ്പോൾ? പ്രധാനമായിട്ടും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത്. അതും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഈ DJ പാർട്ടിയിൽ വാകത്തൂർ ബീച്ചിൽ നടന്ന ആ ഒരു സ്വകാര്യ DJ പാർട്ടിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ജയിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. സഞ്ജയുടെ കൂടെ 2 കൂട്ടുകാരുമുണ്ടായിരുന്നു. അവരും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. ഈ DJ പാർട്ടിയുടെ വേദിയിൽ സ്റ്റേജിൽ കയറി സഞ്ജയ് നൃത്തം ചെയ്തിരുന്നു. ആ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് തടഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ സഞ്ജയനെ പിടിച്ചുകൊണ്ട് പോയി അവിടെ വെച്ച് മർദ്ദിച്ച് കൊന്ന് കടലിൽ തള്ളിയതാകാം എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം കേരള പോലീസ് നടത്തണമെന്നാണ് കുടുംബം പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഇവർ നൽകും. നിലവിൽ ഈ അന്വേഷണം നടത്തുന്നത് ഗോവൻ പോലീസാണ്. ഇന്നലെ നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലാണ് നെഞ്ചിലും അതുപോലെ തന്നെ പുറകിലും ശരീരത്തിന്റെ പിൻഭാഗത്തും മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കണ്ടെത്തിയത്. പക്ഷേ ഇത് മരണകാരണമാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അത് രാസപരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും കുടുംബം വിരൽ ചൂണ്ടുന്നത് ഈ പാർട്ടിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ജയിനെ മർദ്ദിച്ചു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. ടോബി, ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ തിരിച്ചു നാട്ടിലെത്തിയിട്ടുണ്ടോ? അവരിൽ നിന്നും എന്തൊക്കെ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? നിലവിൽ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും അവർ കുടുംബത്തോട്, അതായത് ഇന്നലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി സഞ്ജയെ കാണാതായപ്പോൾ തന്നെ സഞ്ജയുടെ പിതാവും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളും തലയോലപ്പറമ്പ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഗോവയിലേക്ക് എത്തിയിരുന്നു. അവരുമായി ഈ കൂട്ടുകാർ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ സംഭവം തന്നെയാണ്. അതായത് ഈ വേദിയിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന സഞ്ജയെ പിടിച്ചുകൊണ്ടുപോയി എന്നതൊക്കെയാണ് അവരും പറയുന്നത്. അവർക്ക് കൂടുതൽ അതായത് ഈ ആദ്യം പറഞ്ഞിരുന്നത് ഈ വേദി ഈ DJ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് സഞ്ജയെ കാണാതായി എന്നുള്ളൊരു വിവരമാണ്. പിന്നീടാണ് വിശദമായി ഇവർ ഈ മലയാളം അറിയാവുന്ന ഇവിടെ നിന്നുള്ള ആളുകൾ ചെന്നപ്പോഴാണ് അവർ കാര്യങ്ങൾ കൂടുതലായി പറഞ്ഞത്. അപ്പോൾ DJ പാർട്ടിയിൽ വെച്ചുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ കാണാതാകലിനും ഈ മരണത്തിലേക്കും നയിച്ചത് എന്നുള്ളൊരു വിവരം തന്നെയാണ് ഈ കൂട്ടുകാരും പങ്കുവെക്കുന്നത്. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ഗോവൻ പോലീസ് ഒരു വശത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ അത് പോരാ, സംസ്ഥാന പോലീസും കൂടി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ശരി ടോബി.